ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു H&H ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാൻ പ്രോട്ടീൻ ആൻഡ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം 1 കപ്പ് അളവിൽ ചെറുപയർ, അതേ അളവിൽ തന്നെ റാഗി, അതേ അളവിൽ തന്നെ ഉഴുന്ന്, 1/2 കപ്പ് തുവരപ്പരിപ്പ്, 1/2 ടീസ്പൂൺ ഉലുവ, ഇവയെല്ലാം നന്നായി കഴുകി 6 മണിക്കൂർ കുതിർക്കാൻ വെക്കുക. കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ നമുക്ക് എളുപ്പത്തിൽ അരച്ചെടുക്കാൻ കഴിയും. നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 1 പച്ചമുളകും അല്പം വെള്ളവും ഒഴിച്ച് സ്മൂത്തായി നമുക്ക് അരച്ചെടുക്കാം. സാദാ ദോശമാവ് അരച്ചിട്ട് ഇളക്കി കൊടുക്കുന്ന പോലെ തന്നെ ഇതും നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഈ ബാറ്റർ നന്നായി ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാം. അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ ബാറ്റർ നന്നായി ഫെർമെൻ്റായി ദോശ ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി അല്പം ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് അല്പം ഒലിവ് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1 സ്പൂൺ ബാറ്റർ ഒഴിച്ച് സാധാരണ ദോശ പോലെ നമുക്ക് പരത്തിയെടുക്കാം. 2 സൈഡും നന്നായി വേവിച്ചെടുക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള ദോശ ചുട്ടെടുക്കാം. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുളപ്പിച്ച പയറുകറി തയ്യാറാക്കാം. അതിനായി ഒരു പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും കറിവേപ്പിലയും 4 വെളുത്തുള്ളി ചതച്ചതും 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചതച്ചതും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വഴന്ന് വരുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞതും 1 പിഞ്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരു തക്കാളിയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. കൂടെ 1 പച്ചമുളകും ഇട്ട് നന്നായി ഇളക്കി കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് അളവിൽ മുളപ്പിച്ച ചെറുപയറും കറിവേപ്പിലയും ചേർത്ത് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് മല്ലിയിലയും ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള മുളപ്പിച്ച പയറുകറിയും ദോശയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.